ഹലോ ഫ്രണ്ട്സ്, കേക്ക് ആൻഡ് കേക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ യൂസ്ഫുൾ ആയിട്ട് ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഇതറിഞ്ഞാൽ ഇനി ഗാർലിക് പൗഡർ നിങ്ങൾ വെളിയിൽ നിന്ന് മേടിക്കത്തേ ഇല്ല. അതിനായിട്ടുള്ള അടിപൊളി സൂത്രമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് നിഷ്പ്രയാസം വീട്ടിൽ ഉണക്കി പൊടിച്ചെടുക്കാം. ഇതിൻ്റെ കൂടി ഈ ഒരു സൂത്രങ്ങളോട് ചേർത്ത് നോക്കൂ. മാസങ്ങളോളം അല്ല, വർഷങ്ങളോളം കേടാവാതിരിക്കും. അതങ്ങനെ തയ്യാറാക്കുന്ന കണ്ടു നോക്കാം. നേരെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ടിപ്പ്, നമ്മൾ വെളുത്തുള്ളി എല്ലാം കുടം പോലെ ഇരിക്കുന്ന വെളുത്തുള്ളി ആയിരിക്കും അല്ലേ, അത് ഇതുപോലെ ഒന്ന് കൈ കൊണ്ട് നമ്മളൊന്ന് ജസ്റ്റ് എല്ലാം അടത്തിയിടുക. നിങ്ങൾക്ക് അടത്തിയിടണമെന്നുണ്ടെങ്കിൽ ഒന്നിരി നമ്മുടെ ഇടികല്ലിൻ്റെ ഒരു കല്ലെടുത്ത് ജസ്റ്റ് ഒന്ന് തട്ടിക്കൊടുക്കുകയാണെങ്കിൽ എല്ലാം ഇങ്ങനെ അടന്ന് വരുന്നതായിരിക്കും. പെട്ടെന്ന് തന്നെ അടത്തിയെടുക്കുക. അതിനുശേഷം ഒരു മുറത്തിലിട്ടിട്ട് ഒന്ന് ഇത് പേറ്റി അതിൻ്റെ തൊലിയെല്ലാം കളയുക. ഇത് നിങ്ങൾക്ക് തൊലിയോടുകൂടി തന്നെ ചെയ്യാൻ പറ്റുന്ന അടിപൊളി ടിപ്പാണ് ഞാൻ കാണിക്കുന്നത്. ഈ തൊലിയെല്ലാം അതിൻ്റെ തൊലി നമുക്ക് ഉലിക്കാതെ തന്നെ നമുക്കിത് പൊടിച്ചെടുക്കാൻ പറ്റും. ആദ്യം നമുക്ക് കുറച്ച് വെള്ളത്തിലേക്ക് നമ്മൾ അടത്തി വച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് കൊതുത്ത് വെക്കുക. അതിനുശേഷം 2 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ കൈ കൊണ്ട് തന്നെ ഒന്ന് കഴുകിയെടുക്കുക. അത്രയും എടുത്താൽ മതി. അല്ല തൊലി ഫുള്ളായിട്ട് ഇതിൻ്റെ ഒടിച്ചെടുക്കണമെന്നില്ല കേട്ടോ. നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കുക. കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ നല്ല പേസ്റ്റ് രൂപത്തിൽ ഒന്ന് അരച്ചെടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണം. എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസിനെല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. പിന്നെ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അത് കഴുകി അതുപോലെ തന്നെ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ കഴുകാതെ തന്നെ അടത്തിയിട്ട് വെയിലത്ത് വെച്ച് ഉണക്കി എടുത്തിട്ട് പൊടിക്കാവുന്നതാണ്. അതായത് അരച്ചെടുക്കാതെ, മിക്സിയിൽ അരച്ചെടുക്കാതെ ഈ വെളുത്തുള്ളി നമുക്ക് പൊടിയാക്കി എടുക്കാവുന്നതാണ്. പക്ഷേ എനിക്ക് എളുപ്പം തോന്നിയത് ഇതാണ് കേട്ടോ. ഇത് പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അപ്പോൾ അതേ ഇതുപോലെ നല്ല പേസ്റ്റ്, ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെ വേണം ഇത് അരച്ചെടുക്കാം കേട്ടോ. ഇതേ രീതിയിൽ നല്ല നെയ്യ് പോലെ അരഞ്ഞ് കിട്ടണം. അരച്ചതിന് ശേഷം ഇതുപോലെ ഡിഷോ അല്ലെങ്കിൽ എന്തെങ്കിലും ട്രേയറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുക്കുക. അതിലേക്ക് കുറച്ച് ഓയിലോ എന്തെങ്കിലും തൂത്ത് കൊടുക്കുക. ഇതിളകി എടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതിലേക്ക് ഇതുപോലെ ഇട്ടൊന്ന് പരത്തി കൊടുക്കുക. നല്ല രീതിയിലൊന്ന് പരത്തി കൊടുക്കും. ഇങ്ങനത്തെ വലിയ പാത്രമാണെങ്കിൽ എന്തോരം വെളുത്തുള്ളി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഉണക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ എനിക്ക് കുറച്ച് ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഒരുപാടൊന്നും 50 ഗ്രാമിൻ്റെ മാത്രം ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളൂ. കുറച്ച് പേസ്റ്റാക്കി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കുറച്ച് വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ പൊടിച്ചെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നല്ലതാണ്, നല്ലൊരു ടേസ്റ്റിയും ഏത് കറികൾക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതിനകത്ത് 2 സൂത്രം കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ വർഷങ്ങളോളം തന്നെ ഇത് കേടുകൂടാതിരിക്കും. ഇത് ഫ്രിഡ്ജിൽ വെക്കേണ്ട, വെളിയിൽ മാത്രം വെച്ചാൽ മതിയിട്ട് കേടായി പോകത്തുമില്ല, പൂത്തും പോകത്തില്ല. ഇങ്ങനെ ചെയ്ത് വെക്കുകയാണെങ്കിൽ അതുമാത്രമല്ല ചിക്കൻ കറി, ഫ്രൈ, എന്ത് ഫ്രൈ ആണെങ്കിലും ചെയ്യുന്നതിൻ്റെ എല്ലാം നമുക്ക് ഇതിടാൻ പറ്റും കേട്ടോ. പക്ഷേ ഇത് നിങ്ങൾ നിരത്തി തന്നെ വെച്ച് കൂട്ടി വെക്കുവാണെങ്കിൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടത്തില്ല. ഒന്ന് ജസ്റ്റ് ഇതുപോലെ തേച്ച് നിരത്തി വെക്കണം കേട്ടോ. എന്നാൽ മാത്രമേ നല്ലപോലെ ഇത് ഉണങ്ങി കിട്ടത്തുള്ളൂ. ഇപ്പോൾ നോയമ്പല്ലേ വരുന്നത്. അപ്പോൾ നോയമ്പിന് മുമ്പ് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ സവാളയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചെയ്ത് വെക്കുകയാണെങ്കിൽ, ഉണക്കി പൊടിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. സവാളയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കേണ്ട സമയമൊന്നും എടുക്കേണ്ട കാര്യമില്ല, പെട്ടെന്ന് തന്നെ ഉണങ്ങിയെടുക്കാൻ പറ്റും. അങ്ങനെ ഞാനിവിടെ വെളുത്തുള്ളി ഇതുപോലെ ആക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നല്ലപോലെ തേച്ചൊന്ന് പിടിപ്പിച്ചിട്ട് നമുക്ക് ടെറസിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് വെച്ച് ഉണക്കിയെടുക്കാം. ഒറ്റ വെയിൽ, നല്ല വെയിലാണ്. ഒറ്റ ഇതിൽ തന്നെ നല്ലപോലെ ഉണങ്ങി പപ്പടം പോലെ ആയി കിട്ടും കേട്ടോ. അത്രയ്ക്ക് നല്ലൊരു ഇതാണ്. പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടിയിട്ട് കുറച്ചേ ഉള്ളൂ. അതുകൊണ്ടാണ് പെട്ടെന്ന് കൂടെ എത്ര വെച്ചെന്ന് പറഞ്ഞാലും പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഈ നോയമ്പ് കാലത്ത് നമ്മൾ ഇറച്ചിക്കറിയൊക്കെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓടിപ്പോയി വെളുത്തുള്ളി വിരിച്ച് പൊളിച്ച് അരയ്ക്കാനോ അതുപോലെ തന്നെ പൊടിക്കാനോ ഒന്നും നിൽക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ വീട്ടിൽ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് 30 നോയമ്പിന് നമുക്ക് പെട്ടെന്ന് തന്നെ എടുത്ത് കറിയൊക്കെ വെക്കാനായിട്ട് നല്ലതാണ്. അതുപോലെ അടിപൊളി ടേസ്റ്റുമാണ് ഇതിന്. അപ്പോൾ അത് കണ്ടില്ലേ, ഇത് നല്ലപോലെ ഉണങ്ങി ഇവിടെ ഞാൻ അടത്തി എടുത്തിട്ട് പാത്രത്തിൽ നിന്ന് ഒന്ന് അടത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. അതേ രീതിയിൽ ഉണക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറയിലേക്ക് ഇതിട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല പൊടിക്കുന്ന ചെറിയ ജാറയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു സൂത്രം കൂടി, 2 സൂത്രം കൂടി ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് കേട്ടോ. എന്നാൽ മാത്രം നല്ലൊരു ടേസ്റ്റോടു കൂടി നമ്മുടെ ഈ ഇറച്ചിക്കറി വെക്കാനാണെങ്കിൽ എന്ത് കറിക്കാണെങ്കിലും ഇത് ഉപയോഗിക്കാൻ പറ്റും. അടിപൊളി ടേസ്റ്റാണ്. ഇതിലേക്ക് നമുക്ക് ആദ്യം ഇട്ട് കൊടുക്കേണ്ടത് 1/2 ടീസ്പൂണോളം ഉപ്പാണ് കേട്ടോ. കല്ലുപ്പുണ്ടെങ്കിൽ കല്ലുപ്പിട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ പൊടി ഉപ്പാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇതിട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് ഇതിനകത്ത് മെയിൻ വേണ്ട, നിങ്ങളുടെ വീട്ടിൽ കുരുമുളകായിട്ടുണ്ടെങ്കിൽ അതെടുക്കുക. 1 ടീസ്പൂൺ കുരുമുളക് എടുക്കുക. ഇല്ലെങ്കിൽ ഇതുപോലെ കുരുമുളകിൻ്റെ പൊടി 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ എടുക്കുക. കുരുമുളകായിട്ടുണ്ടെങ്കിൽ 1 ടീസ്പൂണ്, കുരുമുളക് പൊടിയാണെങ്കിൽ 1/2 ടീസ്പൂണും എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് അതോടെ ഇട്ടിട്ട് നല്ലപോലെ ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇത് വെറൈറ്റി ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് കേടാകത്തുമില്ല. ഇതുവരെ ആരും കൂട്ടാത്ത ഒരു ടേസ്റ്റ് ആയിരിക്കും. നമ്മളല്ലാതെ നമ്മൾ ഇറച്ചിക്കറി വെക്കുമ്പോൾ കുരുമുളക് പൊടിയൊക്കെ സെപ്പറേറ്റ് ഇട്ടിട്ടല്ലേ ഇതെല്ലാം ചെയ്യാറുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒന്നിച്ച് നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല
നല്ല റിസൾട്ടാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, ഞാൻ ഒന്ന് പൊടിച്ചിട്ട് നല്ല നൈസായിട്ട് ഇവിടെ പൊടിച്ചിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ വീട്ടമ്മമാർക്കൊക്കെ ഒരുപാട് തലവേദന കേസാണ് ഈ വെളുത്തുള്ളി തൊലി എടുക്കൽ അല്ലേ. തൊലിയെല്ലാം എടുക്കൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള വീട്ടമ്മമാരൊക്കെ ഒരു സമയത്ത് ഇരുന്ന് ഇതെല്ലാം ഉരിക്കേണ്ട കാര്യമില്ല. ഈ തൊലിയോട് കൂടി തന്നെ അരച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലെ പൊടിച്ച് വെക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുമല്ലോ. സിമ്പിളായിട്ടൊരു ടിപ്പല്ലേ ഇത്. അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് പറയണം കേട്ടോ. അങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് പറയാം. ഈ രണ്ട് മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്ന് ചെയ്ത് നോക്കിയിട്ട് വരേണ്ട, അതും വന്ന് പറയാൻ മറക്കരുത്. അപ്പോൾ ഇത് കണ്ടില്ലേ, കുപ്പിയിലേക്ക് ഇനി മാറ്റിയിട്ടുണ്ട്. ഇത് ഒരിക്കൽ ട്രൈ ചെയ്താൽ പിന്നെ കടയിൽ നിന്ന് നിങ്ങൾ വാങ്ങിക്കത്തേ ഇല്ല. ഇഷ്ടമായെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ എല്ലാവരും ചെയ്യുമല്ലോ. ഇനി ഇത്തരത്തിലുള്ള ടിപ്പുകൾ വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് പറയണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബായ്.